അപ്പം എനിക്ക് ജാസിയോട് ആശയോടും ചോദിക്കാനുള്ളത്, നിങ്ങളെ കാണുമ്പം എനിക്ക് തോന്നിയ ഒരു ഡൗട്ടാണ്, ശരിക്കും നിങ്ങളുടെ രണ്ടുപേരുടെയും ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത്. ബിക്കോസ് ചിലർ പറയും നിങ്ങൾ ഗേ കപ്പിൾസ് ആണെന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങൾ LGBTQIയിൽ ആ ഒരു വിഭാഗത്തിൽ പെട്ടതാണെന്ന് പറയും. പക്ഷേ എന്നാലിപ്പം ഗേ കപ്പിൾ ആണെന്ന് പറയുമ്പോഴത്തേക്കും ജാസി കൊണ്ടുപോകുന്ന ഒരു ഐഡൻറ്റിറ്റി ഒരു വിമൻ ഐഡൻറ്റിറ്റിയാണ് അല്ലേ? ആഷി ഒരു ഒരു പുരുഷൻ എന്ന നിലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണ്? ഞാൻ അത് പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റികൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാൻ എന്താണോ അതാണ് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് ഞാൻ ഇതാക്കുന്നത്. നോർമലി ഒരു ഗേ കപ്പിൾസ് ആണെന്ന് പറയാൻ, അല്ലെങ്കിൽ വേറുള്ളൊരു ഒരു കപ്പിൾസ് ആണെന്ന് പറയാൻ എനിക്ക് ആഗ്രഹിക്കുന്നില്ല. ഉള്ളതുകൊണ്ട് സ്ത്രീ ആയിട്ട് തന്നെയാണ് ഞാൻ, എനിക്ക് ഇഷ്ടം പറയാൻ ഇഷ്ടം സ്ത്രീ ആയിട്ട് തന്നെയുള്ള പറയാൻ ഇഷ്ടം. അതുപോലെ ആശയാണെങ്കിൽ ഇവൻ പക്ക സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു മെന്നാണ്. അപ്പോൾ ഇവൻ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി ഞങ്ങൾ ഒരു നല്ലൊരു മീൻസ് എപ്പോഴും നമ്മൾ ത്രൂ ഔട്ടുള്ള ലൈഫാണ്. നമ്മൾക്ക് നമ്മളെ എല്ലാം കൊണ്ടും അംഗീകരിക്കുന്ന ഒരാൾ വേണം, അല്ലെങ്കിൽ ഇത് പകുതി വെച്ച് പോകാനുള്ള ലൈഫ് അല്ലല്ലോ. അപ്പോൾ രണ്ടാളും നല്ലൊരു ബോണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ബോണ്ട് മരണം വരെ പോകണം, എത്രത്തോളം പോകണം അത്രത്തോളം പോകണം എന്നുള്ളൊരു ഇതിൽ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ലൈക്ക് അത് ചിലർക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായിട്ട് തോന്നാം, ചിലർക്ക് ഒരു കപ്പിൾ ബോണ്ടായിട്ട് തോന്നാം. അത് അവരെ കാഴ്ചപ്പാടാണ്. പക്ഷെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു സ്വകാര്യതയും കൂടെയാണ്. അപ്പം നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. പക്ഷേ എങ്കിലും നമ്മൾക്ക് ചില ചോദ്യങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി നമുക്ക് ഉത്തരം കിട്ടുക എന്നുള്ളത് ചില സമയത്ത് നമ്മളത് പറയേണ്ട ഒരു സാഹചര്യം കൂടി വരും. അപ്പം ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? ഞങ്ങൾ കപ്പിളായിട്ട് തന്നെയാണല്ലോ. അതാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പ്. ലൈക്ക് ആശ ഞാൻ നമ്മൾ എന്താ പറയുക, ഒരു കപ്പിൾ റിലേഷൻഷിപ്പ് തന്നെയാണ് കുറേ വർഷങ്ങളായിട്ട്. ആദ്യം നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായിരുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും നല്ല കണക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു ഇതിലേക്ക് മാറിയത്. പിന്നെ ഈവൻ ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ബാഡ് കമൻറ്റ് വരുന്നതും ആണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു കാര്യം ചോദിച്ചിട്ടും, ഞങ്ങളെ ജെൻഡർ ചോദിച്ചിട്ടും അല്ലെങ്കിൽ ഞങ്ങളെ ഒരു ഐഡൻറ്റിറ്റി ചോദിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ കമൻസുകൾ വരുന്നത്. ഈവൻ ഇപ്പോൾ ആഷികാണെങ്കിലും നിനക്ക് എന്താ വേറെ പെണ്ണിനെ കല്യാണം കഴിച്ചുകൂടെ, അല്ലെങ്കിൽ നിനക്കൊന്ന് ഒരു പെണ്ണായി ജീവിച്ചൂടെ, അല്ലെങ്കിൽ ആണായിട്ട് ജീവിച്ചൂടെ, ജിമ്മിന് പൊക്കൂടെ, അങ്ങനെയൊക്കെയുള്ള കമൻറ്റുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, നെഗറ്റിവിറ്റിനെ വരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്കിപ്പോൾ മെയിൻ വേണ്ടത് നമ്മുടെ എന്താ പറയുക, ഒരു ജോബിൻ്റെ ഒരു കാര്യമാണല്ലോ നമുക്ക് അടിത്തറ എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിന് അടിത്തറ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒന്നും കൂടെ ഒന്ന് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ളൂ. ഓക്കെ. ഇപ്പം ജാസിയെ സംബന്ധിച്ചിടത്തോളം, ജാസി ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വിമൻ ഐഡൻറ്റിറ്റി ആണ്. പക്ഷേ ഇതുവരെ എനിക്ക് തോന്നുന്നു ഒരു പരിപൂർണമായിട്ട് ഒരു സ്ത്രീയിലേക്ക് മാറേണ്ട പ്രോസസ്സിംഗ് ഒന്നും എനിക്ക് തോന്നുന്നു വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ശരിക്കും ആ ഒരു പൂർണ്ണത നിറഞ്ഞ അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു സ്ത്രീയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ ജാസി? അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പഠിച്ചു വരുന്നുണ്ട് കാര്യങ്ങൾ. എൻ്റെ ഫ്രണ്ട്സുകൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് പറയും കുഴപ്പമില്ല, ചില ആൾക്കാർ പറയും വേണ്ട. അങ്ങനെ ഒരു ഇതാണ് കൺഫ്യൂഷൻ മൈൻഡിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ ആവാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പൂർണ്ണതയായിട്ടുള്ള ഇതിലേക്ക് മാറാൻ തന്നെയാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹോർമോണിൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ് കോമൻറ്റ്സ് വരും, അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കൾ, നമ്മുടെ വീട്ടുകാരൊക്കെ നമ്മൾക്ക് എതിരെയായിരിക്കും. പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ പിന്നീട് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മളത് സർവൈവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി മാറ്റം വരും. അതിപ്പോൾ നമ്മൾ നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്നവരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും. ഇപ്പോൾ നിങ്ങളുടെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നുമുള്ള ഒരു സ്റ്റാറ്റസ് എന്താണ്? അവർ നിങ്ങളെ കുറച്ചെങ്കിലും അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ടോ? കുറച്ച് അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം. എങ്കിലും പൂർണ്ണതയായിട്ട് ആരും അംഗീകരിച്ചിട്ടൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ചൊരു അംഗീകാരം കിട്ടുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മുടെ സമൂഹത്തിൻ്റെ അടുത്ത് നിന്നുള്ളൊരു അംഗീകാരത്തിനെ വെച്ചിട്ടാണ് നമ്മൾ ഫാമിലിത്തെ ഒരു അംഗീകാരം വളരെ അത് ഭയങ്കരമായിട്ട് അറ്റാച്ച് ആയിട്ട് കിടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ സമൂഹത്തിൽ നിന്ന് നമുക്കൊരു അംഗീകാരം പൂർണ്ണമായിട്ട് ഇപ്പോൾ എനിക്കൊരു കിട്ടി തുടങ്ങുന്നുണ്ട്. കാരണം പണ്ട് ജാസിക്ക എന്ന് വിളിച്ച ആൾക്കാർ ഇപ്പോൾ ജാസി ചേച്ചി എന്നുള്ളൊരു ജാസിത്ത അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം അവരിലേക്കൊരു സ്ത്രീയുടെ കളിയാക്കി വിളിക്കുന്നതാണെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ ഇത് കുറെ എനിക്ക് തോന്നുന്നത് നമ്മുടെ വീട്ടിൽ നിന്നുള്ള അംഗീകാരമാണ് ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് സമൂഹത്തിൽ നിന്നുള്ള അംഗീകാരം വേണ്ടത്. ഈവൻ പലവരും ഇപ്പോൾ ഈ ട്രാൻസ് ആയിക്കൊണ്ടിരിക്കുന്ന പല ആൾക്കാർക്കും വീട്ടിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടാത്തതുകൊണ്ടാണ് അവർ വീട് വിട്ട് പോകുന്നതും മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ജീവിക്കുന്നതൊക്കെ. വീട്ടിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടാത്തത് കൊണ്ടാണല്ലോ അവർ വീട് വിട്ട് ഇറങ്ങേണ്ടി വരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്നാണ് അംഗീകാരം ഫസ്റ്റ്. സൊസൈറ്റിയിൽ ആ ഒരു
ഒരു സ്പേസ് ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീരും. സൊസൈറ്റി അങ്ങനെ പറയും, അങ്ങനെ ചിന്തിക്കും, ഇങ്ങനെ ചിന്തിക്കുന്നുള്ളൊരു പേടിയാണ് വീട്ടുകാർ ഇത് ശരിക്കും ബാക്കോട്ട് നിൽക്കാൻ കാരണം. ഈ ശ്രുതി തമ്പിയിലേക്ക് വരുമ്പോഴേ ശ്രുതി പറഞ്ഞ ഒരു കോട്ടാണ്, ഞാൻ പാവങ്ങളുടെ സിൽക്ക് സ്മിതയാണ് എന്നുള്ള ഒരു സാധനം. അപ്പോൾ അതായത് ഇപ്പോൾ 2018 ആ ഒരു ബോയും ഷോ ചെയ്തപ്പോൾ സി കേരളം ചാനലിൽ ആ ഷോ ചെയ്തപ്പോൾ അന്ന് ആ ടൈമിൽ നമ്മൾ കുറച്ചും കൂടെ ഒരു സെക്സി ആയിട്ടൊക്കെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതിനിടയിൽ അങ്ങനെ എക്സ്പോസ് അല്ല എക്സ്പ്രഷൻ ബേസിൽ അങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോൾ അതിനിടയിൽ ഇങ്ങനെ കുറേ കമൻസ് വരും, അങ്ങനെ പാവങ്ങളുടെ സിൽക്ക് സ്മിത, അത് ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇടുമായിരുന്നു. ഇപ്പം അതൊക്കെ കുറഞ്ഞു കേട്ടോ. ആ ടൈമിൽ വന്ന കമൻസ് ആ ഷോയിൽ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് മാറി. അപ്പോൾ ഒരു ടൈമിൽ നമ്മൾ ശ്രുതി തമ്പി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് ഇൻഫ്ലുവൻസർ ഭയങ്കര പോസിറ്റീവായിരുന്നു. പിന്നീട് ഒരു സുപ്രഭാതത്തിലാണ് ശ്രുതി തമ്പി പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് പോകാൻ തുടങ്ങി. ഇടുക്കിയായിരുന്നു, പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചു, പിന്നീട് അപ്രതീക്ഷിതമായ എന്തൊക്കെയോ വിവാദങ്ങൾ വലിച്ചു താഴിട്ടത്. ആദ്യം പറയുമ്പോൾ ഇൻഫ്ലുവൻസർ ശ്രുതി തമ്പി പ്രൊമോഷന് വിളിക്കും, നമുക്ക് കൊടുക്കാം. പിന്നീട് വരുമ്പോഴത്തേക്ക് ശ്രുതി തമ്പി ഒരു ഭയങ്കര നെഗറ്റീവിലേക്ക് പോവാണ്. എന്താ ശരിക്കും അങ്ങനെ ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോയ ഒരു സാഹചര്യം? ഇത് തന്നെ വിവാദങ്ങൾ തന്നെ. അതായത് നമ്മൾ കൈവയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന എന്ത് ടോപ്പിക്കും കുറച്ച് പേര് പുറകിൽ നടന്നിട്ട് അതൊരു എന്താ പറയുക, ഒരു നെഗറ്റീവ് രീതിയിൽ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പബ്ലിക്കിന് മുമ്പിൽ അങ്ങനത്തെ ഒരു ഇമേജ് ആക്കി എടുത്തു. അതായത് ഇപ്പോൾ വിവാദം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു വൃത്തികെട്ട വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ലൈക്ക് മമ്മൂക്ക അതിനൊരു അഭിപ്രായം, ഒരു എന്താ റോഷക് മൂവി ഇറങ്ങിയപ്പോൾ അതിനൊരു അബദ്ധം പറഞ്ഞു പോയതാണ് മമ്മൂക്കയുടെ ഏജിനെ പറ്റിയിട്ട്, അതൊരു വിവാദമായി. പിന്നെ മലപ്പുറം അത് ഈവൻ ഖത്തറിൽ ഈ ഇടയ്ക്ക് ഒരു ഇവന്റ് എന്നെ പ്രോഗ്രാം ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, അങ്ങനെ ഒരു 400 ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന വലിയൊരു മെഗാ ഇവന്റ് ആണ്. അതിൽ ദുബായിൽ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ എന്നെയാണ് സെലക്ട് ചെയ്ത് വിളിച്ചത്. നമ്മളിവിടുന്ന് പോയി ഒരാഴ്ച അങ്ങോട്ട് പോയി. കറക്റ്റ് പ്രോഗ്രാമിൻ്റെ അന്ന് വൈകുന്നേരം ഇപ്പോൾ പ്രോഗ്രാം ക്യാൻസലായി. അത് ക്ലൈമറ്റിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ആ സ്റ്റേഡിയം ആയിട്ട് ഉള്ളൊരു എന്തോ ഒരു കരാറിൻ്റെ എന്തോ പ്രശ്നത്തിൽ പ്രോഗ്രാം ക്യാൻസലായി. പക്ഷേ അത്രയും ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണെങ്കിലും ആരുടെയും പേര് എങ്ങും വന്നില്ല. ടിക്ടോക്കും ഇൻസ്റ്റഗ്രാം മൊത്തം ഞാൻ പോയിട്ട് പരിപാടി കൊളാക്കി എന്നുള്ള രീതിയിലായിരുന്നു ഫുള്ള് നെഗറ്റീവ് ട്രോളുകൾ. പക്ഷേ ഇവന്റ് കമ്പനി ഭയങ്കര ഹാപ്പിയാണ്, കാരണം അവരുടെ ഇവന്റ്സ് ആ പേര് ഭയങ്കര ഹൈപ്പായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വിചാരിക്കാതെ കുറേ നെഗറ്റീവിലേക്ക് ഒന്നും ചെയ്യാതെ തന്നെ മനഃപൂർവ്വം നമ്മുടെ ഡ്രാഗ് ചെയ്ത് ഇടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല പ്രത്യേകിച്ച്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കോമന്റ് സെക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുമുണ്ട്. അല്ല, ഞാൻ സിംഗിൾ ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം പോസിറ്റീവ് കമന്റ്സ് തന്നെയാണ്. നമ്മൾ ഗ്രൂപ്പായിട്ട് വീഡിയോ ഇടുമ്പോൾ ഇവരുടെ ഈ നേരത്തെ പറഞ്ഞ ജെൻഡർ അതും കൂടെ വെച്ചിട്ട് കംപ്ലീറ്റ് നെഗറ്റീവ് ആകും. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും വീഡിയോ, പക്ഷേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുള്ള ആ ഒരു ഇതുള്ളത് കൊണ്ട് എത്ര നെഗറ്റീവ് കമന്റ് വന്നാലും ഞങ്ങൾക്ക് കൊളാബ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഞങ്ങൾ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ ഒരു അവരുടെ നെഗറ്റീവിനേക്കാളും സ്ട്രോങ് ആണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്.